ദേവാനാം ച ഹൃഷീനാം ച ഗുരും കാഞ്ചനസന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം ഗുരും പ്രണമാമ്യഹം. അഹം പ്രണമാമി, ഞാൻ നമസ്കരിക്കുന്നു ആ ഗുരുവിനെ. ബുദ്ധിഭൂതം, ബുദ്ധിക്ക് കാരണഭൂതനായ, ത്രിലോകേശം, മൂന്ന് ലോകങ്ങളുടെയും ഈശ്വരനായ ആ സാക്ഷാൽ ബൃഹസ്പതിയെ, ദേവ ആചാര്യനായ വ്യാഴത്തിനെ ഞാൻ നമസ്കരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ഒരു വർഷമായി മിഥുനൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴം തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് വരികയാണ്. വളരെയധികം പ്രതീക്ഷാ നിർഭരമായ ഒരു മാറ്റമായിരിക്കും ഈ ഒരു വർഷക്കാലം വ്യാഴത്തിൻ്റെ. കാരണം എന്താണ്? വ്യാഴം തൻ്റെ ശത്രുക്ഷേത്രത്തിൽ നിന്നും തന്നെ പരമോച്ചമായ കർക്കിടകൻ രാശിയിലേക്ക് വരികയാണ്. അത് വളരെയധികം മാറ്റങ്ങൾ ലോകത്തിന് തന്നെ ഉണ്ടാകും. കാരണം വ്യാഴം സമ്പത്തിൻ്റെ ഗ്രഹമാണ്. വ്യാഴം അതിനാൽ ലോകത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ എപ്പോഴും പൂർണ്ണതയിലെത്തിക്കുവാനും അല്ലെങ്കിൽ നശിപ്പിക്കുവാനും അതിന് അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കാനും വ്യാഴത്തിന് കഴിയും. ആ ഒരു ക്ലേശങ്ങളൊക്കെ കഴിഞ്ഞ് തൻ്റെ ഉച്ചരാശിയിലേക്ക് വ്യാഴം പ്രവേശിക്കുമ്പോൾ ഈ വ്യാഴം വളരെ അനുകൂലമായ ഒരു സ്ഥിതി ലോകത്തിൻ്റെ സാമ്പത്തിക ഘടനയിൽ തന്നെ ഉണ്ടാകും, ഒരു സംശയവുമില്ല. പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രം കർക്കിടകമാണ്. കർക്കിടകം 5 വ്യാഴത്തിന് അത്യുച്ചവും മകരം 5 അതിനീചവുമാകുന്നു. ഇവിടെ കർക്കിടകം ഒരു പ്രത്യേകത, കർക്കിടകം ഒരു ജലരാശിയാണ്. ജലാശയ നിർമ്മാണശീല, വെള്ളവുമായിട്ട് ബന്ധപ്പെടുന്ന, ജലവുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ഓയിൽ, തൈലം ഇതുമായി ബന്ധപ്പെടുന്ന ദ്രാവക രൂപത്തിലുള്ള എല്ലാ വസ്തുക്കളുടെയും ഗമനാഗമം, യാത്ര, സഞ്ചാരം, അതിൻ്റെ ക്രയവിക്രയം ഇതൊക്കെ കർക്കിടക രാശി കൊണ്ടാണ് ചിന്തിക്കുക. അതിനാൽ ലോകത്തിലുള്ള ഇന്നത്തെ ഈ ഇന്ധന പ്രതിസന്ധി, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പ്രയാസങ്ങളെല്ലാം തന്നെ വ്യാഴത്തിൻ്റെ ഈ ഉച്ചസ്ഥിതിയിൽ വരുമ്പോൾ ഒരു സംയമനത്തിലൂടെ മാറി നല്ല ഒരു പദത്തിലേക്ക് എത്തിച്ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സർവേശ്വരാണം ധിഷണേസ്തി നിത്യം സാന്നിധ്യം അസ്മാത് ധിഷണേനുകൂലേ പ്രായോനുകൂല സകലാസ്യ ദേവാഹ തത് പ്രാതികൂല്യ സതി നാനുകൂലാഹ. വ്യാഴം വിശ്വസ്തനാണെങ്കിൽ എല്ലാ ഗ്രഹങ്ങളുടെയും അനുഗ്രഹം ആ വ്യക്തിക്ക് ലഭിക്കും. അനിഷ്ടസ്ഥനാണെങ്കിൽ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുകയില്ല. അത്രത്തോളം ശക്തമാണ് വ്യാഴം. ഒരു കുട്ടിയെ അച്ഛനും അമ്മയും കാട്ടിൽ ഉപേക്ഷിച്ചാൽ പോലും അവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ടെങ്കിൽ ആ കുട്ടി ദീർഘായുസായിട്ട് ജീവിതത്തിലേക്ക് വരുമെന്ന് പറയുന്നു. ദൃഷ്ടേ അമരരാജമന്ത്രിണ ദീർഘായുഹു സുഖഭാഗ്യ സസ്മൃത. അമരരാജമന്ത്രിണ, ദേവന്മാരുടെ മന്ത്രിയായ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. അത്രത്തോളം വ്യാഴത്തിൻ്റെ പ്രാധാന്യം ജ്യോതിശാസ്ത്രത്തിൽ പറയപ്പെട്ടിരിക്കുന്നു. ധീജിത് പുത്ര അംഗസൗഖ്യം വ്യാഴത്തിൻ്റെ കാരകധർമ്മങ്ങളാണ്. ധീ ബുദ്ധി, ചിത്ത് മനസ്സ്, പുത്ര അംഗസൗഖ്യങ്ങൾ, സന്താന ശ്രേയസ്, ശാരീരികമായ സുഖങ്ങളെല്ലാം തന്നെ. അതിനുമപ്പുറത്ത് ഞാൻ പറഞ്ഞു വ്യാഴം സമ്പത്തിൻ്റെ കാരകനാണ്. സമ്പത്തിനെ നിയന്ത്രിക്കുന്നു വ്യാഴം. അതിനാൽ സാമ്പത്തിക രംഗത്ത് ഈ കർക്കിടക മാസത്തിൽ വ്യാഴം വരുന്ന സമയം മുതൽ വരുന്ന ഒരു വർഷക്കാലം വളരെ അനുകൂലമായിരിക്കും. വ്യാഴം ഒരു രാശിയിൽ നിൽക്കുന്നത് ഒരു വർഷമാണ്. ഒരു വർഷം പൂർണ്ണമായും വ്യാഴം ഒരു രാശിയിൽ നിൽക്കുന്നു. ഏറ്റവും അധികം നിൽക്കുന്നത് ശനിയാണ് 2.5 വർഷം, പിന്നെ രാഹു കേതുക്കൾ 1.5 വർഷം, പിന്നെ വ്യാഴം 1 വർഷം പൂർണ്ണമായും. എപ്പോഴാണ് വ്യാഴം കർക്കിടക രാശിയിൽ പ്രവേശിക്കുന്നത്? എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ അറിയണം. വ്യാഴം 1201 ഇടവമാസം 18-ാം തീയതി, അതായത് 2026 ജൂൺ മാസം 2-ാം തീയതിയാണ് കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുന്നത്. അവിടുന്ന് ഒരു വർഷക്കാലം. അതിനിടയിൽ വ്യാഴത്തിന് ആദിത്യനോട് വളരെ അടുക്കുമ്പോൾ മൗഢ്യമുണ്ടാകാം. അപ്രകാരം തന്നെ വ്യാഴം വക്രിയായിട്ട് സഞ്ചരിക്കാം, അതിചാരത്തിൽ സഞ്ചരിക്കാം. എങ്കിലും ഈ ഒരു വർഷക്കാലം ലോകം സുരക്ഷിതമായിരിക്കും. ഏതെല്ലാം രാശിക്കാർക്കാണ് ഈ വ്യാഴത്തിൻ്റെ മാറ്റം വളരെ അനുകൂലമായി വരിക? മേടം രാശിക്കാർക്ക് മിശ്രഫലത്തെ പ്രദാനം ചെയ്യും. ഇടവൻ രാശിക്കാർക്ക് വ്യാഴം അത്ര ശുഭമല്ല, 3-ാം ഭാവത്തിലാണ്. അത് അഷ്ടമാധിപത്യ ദോഷവുമുണ്ട്. ഇടവൻ രാശിക്കാർ ശ്രദ്ധിക്കണം. മിഥുന രാശിക്കാർക്ക് വ്യാഴം അങ്ങേയറ്റം അതിശക്തമായി 2-ാം ഭാവത്തിൽ നിൽക്കുന്നു. കർക്കിടകൻ രാശിക്കാർക്ക് ജന്മവ്യാഴമാണ്, ഭാഗ്യാധിപനാണ്. സമ്മിശ്ര ഫലം ഉണ്ടാകാം. പലപ്പോഴും ജന്മവ്യാഴം അത്ര ഗുണമല്ല. എങ്കിലും കഴിഞ്ഞ ഒരു വർഷം വ്യാഴം 12-ാം ഭാവത്തിലായിരുന്നു, വളരെ ദുർബലമായിരുന്നു. പലപ്പോഴും ജന്മവ്യാഴത്തിൽ അതിനേക്കാളും കുറച്ച് നന്മകളൊക്കെ ആകാം. അത് വിശദമായി ഓരോ രാശിക്കാരുടെ ഫലം നാം ചർച്ച ചെയ്യുന്നതാണ്. ചിങ്ങൻ രാശിക്കാർക്ക് വ്യാഴം ദുർബലമാണ്, 12-ലാണ്. കന്നി രാശിക്കാർക്ക് വ്യാഴം ഏറ്റവും നല്ലതാണ്, 11-ലാണ്.
തുലാം രാശിക്കാർക്കും വ്യാഴം 10ാം ഭാവത്തിൽ നിൽക്കുന്നു, നല്ലതാണ്. മാനസിക പ്രയാസങ്ങളില്ലാതെ ശ്രദ്ധിക്കണമെന്ന് മാത്രം. വൃശ്ചികൻ രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമാണ്. ധനുരാശിക്കാർക്ക് വ്യാഴം ദുർബലമായി 8ാം ഭാവത്തിൽ നിൽക്കുന്നു, അത്ര ഗുണമല്ല. മകരൻ രാശിക്കാർക്ക് വളരെ ഗുണമാണ്. കുംഭൻ രാശിക്കാർക്ക് വ്യാഴം നിൽക്കുന്നത് അത്ര ഗുണമല്ല, 6ാം ഭാവത്തിലാണ്. മീനൻ രാശിക്കാർക്കും വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും, 5ാം ഭാവത്തിൽ നിൽക്കുന്നു. അതിനാൽ പ്രത്യേകിച്ച് ഈ 12 രാശിക്കാരിലും മിഥുനൻ രാശിക്കാർക്ക് വളരെ ഗുണമാണ്. കന്നി രാശിക്കാർക്ക് വളരെ ഗുണമാണ്. തുലാം രാശിക്കാർക്കും ഗുണമാണ്. വൃശ്ചികൻ രാശിക്കാർക്ക് വളരെ ഗുണമാണ്. മകരൻ രാശിക്കാർക്ക് വളരെ ഗുണമാണ്. മീനൻ രാശിക്കാർക്കും വളരെ ഗുണമാണ്. ഇനി നമുക്ക് സവിസ്തരം ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളെ, ഈ വ്യാഴത്തിൻ്റെ മാറ്റം എപ്രകാരം പരിവർത്തനത്തെ പ്രദാനം ചെയ്യുന്നെന്ന് ചർച്ച ചെയ്യാം. ഏവർക്കും ഡോക്ടർ മാരാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ചാരവശാൽ ഇന്ന് വ്യാഴം നിൽക്കുന്ന മിഥുനൻ രാശിക്കാർക്ക് ഉച്ചസ്ഥനായി 2ാം ഭാവത്തിലാണ്. കർക്കിടകം വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രമാണ്. മിഥുനൻ രാശിക്കാർക്ക് ഈ ഒരു വർഷക്കാലം ജൂൺ 2ാം തീയതി മുതൽ വരുന്ന ഒരു വർഷക്കാലം വളരെ അനുകൂലമായ ഒരു വ്യാഴത്തെ പ്രതീക്ഷിക്കാം. കാരണം കഴിഞ്ഞ 2 വർഷമായി മിഥുനൻ രാശിക്കാർക്ക് 12ൽ വ്യാഴമായിരുന്നു, ജന്മവ്യാഴമായിരുന്നു. അതിൽ നിന്നും തുലവും വിഭിന്നമായി വ്യാഴമിത ഉച്ചക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ്. 2 ഭാവങ്ങളുടെ ആധിപത്യമാണ് മിഥുനം രാശിക്കാർക്കുള്ളത്. ഒന്ന് അവരുടെ 7ാം ഭാവമാണ്. അവരുടെ വിവാഹം, യാത്ര, പോക്കുവരവ്, നഷ്ടപ്പെട്ട കാശ്, ദേവാലയ വിഷയത്തിലാണെങ്കിൽ ദേവൻ്റെ ആഭരണങ്ങൾ, ഇതൊക്കെ ചിന്തിക്കേണ്ട ഭാവമാണ്. ഇവിടെ തിരുപ്പതി പോലുള്ള ദേവാലയങ്ങളിൽ അല്ലെങ്കിൽ ഗുരുവായൂരപ്പ സന്നിധിയിലൊക്കെ കണ്ടമാനം ദേവസ്വം വർദ്ധിക്കുന്ന ഒരു വർഷമായിരിക്കും. പിന്നീട് വ്യാഴം 10ാം ഭാവാധിപനാണ്, കർമാധിപനാണ്. കർമ്മമേഖലയിൽ ഇതുവരെ ജോലി കിട്ടാത്തവർക്ക് ജോലി ലഭിക്കുക, പുത്തൻ ജോലിയിൽ പ്രവേശിക്കുക, വിദേശത്തേക്ക് പോവുക. രത്നസുധ സുതാരവിഭവ എന്നാണ് ആശ്രയഫലം പറഞ്ഞിരിക്കുന്നത് കർക്കിടകത്തിലെ വ്യാഴത്തിന്. രത്നസുധ നല്ല സന്താനങ്ങൾ ഉണ്ടാകും. സുതാരവിഭവ നല്ല ഭാര്യ, നല്ല വിഭവങ്ങൾ ഉണ്ടാവുക. അതിനാൽ മിഥുനൻ രാശിക്കാർക്ക് വിവാഹ തീരുമാനങ്ങൾ ഉണ്ടായേ മതിയാവുകയുള്ളൂ. ഒരു വിവാഹം ആകെ തകർന്നു കിടക്കുന്നവർക്ക് ഒരു പുത്തൻ പ്രതീക്ഷയായി 2ാമത് വിവാഹം ഉണ്ടാവുക, അല്ലെങ്കിൽ പുതിയ സൗഹൃദങ്ങൾ വരിക വളരെ അനുകൂലമാണ്. യാത്ര മുടങ്ങി കിടക്കുന്നവർക്ക്, പ്രവാസിയാകാൻ ഉദ്ദേശിക്കുന്നവർക്ക് യാത്രാ സൗഭാഗ്യം ഈ വ്യാഴം പ്രദാനം ചെയ്യും. അതിന് പുറമെ പുതിയ ജോലി, പുതിയ കർമ്മമേഖല, നല്ല അധികാരങ്ങൾ ലഭിക്കുക. പലപ്പോഴും മിഥുനൻ രാശിക്കാർക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ, കലാ സാംസ്കാരിക രംഗങ്ങളിലേക്ക് വരാം. അധ്യാപന കലയിൽ പേരും പ്രശസ്തിയും വരാം. വിദേശത്ത് പോയി തങ്ങളുടെ മതം, തങ്ങളുടെ ധർമ്മം, തങ്ങളുടെ മതം അഭിപ്രായങ്ങൾ രൂപീകരിക്കുവാനും ധന സമാഹരണത്തിനും ഈ വ്യാഴം വളരെയധികം സഹായകരമാകുന്നതാണ്. സുവാക്യ എന്നാണ് വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. സുവാക്യ ശോഭനം വാക്യം യസ്യസ, നല്ല വാക്ക് സംസാരിക്കാനുള്ള അവസരം വരും. അതിന് പുറമെ ഈ വ്യാഴം ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്ന ഫലവും ശ്രദ്ധിക്കണം. കവിത്വമതിർ ദണ്ഡനേതൃത്വ ശക്തി, കവിത്വത്തിൽ വാസനയുണ്ടാകും. ഞാൻ പറഞ്ഞു, രചനാത്മകമായ വിഷയത്തിൽ എഴുത്തുകാർക്കൊക്കെ തന്നെ സിനിമ, തിരക്കഥ, ഗാനങ്ങൾ, ഇതുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ, കവിത, ഇതൊക്കെ ചെയ്യുന്നവർക്കൊക്കെ തന്നെ വളരെയധികം തങ്ങളുടെ കൃതികൾക്ക് അംഗീകാരം ലഭിക്കുക, അത് പ്രസിദ്ധീകരിക്കപ്പെടുക, ഈ രീതിയിലുള്ള ധാരാളം നല്ല നല്ല അവസരങ്ങൾ വരും. കൂടുതൽ എഴുതാൻ പറ്റും. രചനാത്മകമായ വാസനയെ വളർത്തുവാൻ കഴിയും. കവിത്വേ മതിഹി, കവിത്വത്തിൽ ബുദ്ധി ഉണ്ടാകും. ദണ്ഡ നേതൃത്വ ശക്തി, വളരെയധികം നേതൃത്വ ഗുണങ്ങൾ വരും. അധികാരം നടപ്പിലാക്കാനുള്ള അവസരം വരും. അത് പൊളിറ്റിക്സിലായാലും കോടതിയിലായാലും മജിസ്ട്രേറ്റ് രീതിയിലുള്ള ജോലിയിലായാൽ തന്നെ ഇവിടെയൊക്കെ തന്നെ തങ്ങൾക്ക് നേതൃത്വ ശക്തി, നേതൃത്വ ലീഡർഷിപ്പ് ക്വാളിറ്റി മിഥുനൻ രാശിക്കാർക്ക് പ്രകടിപ്പിക്കുവാൻ പറ്റുന്ന സമയമാണ്. മുഖേ ദോഷ ശീഘ്രഭോഗാന്തയവ, ശീഘ്ര ഭോഗങ്ങൾ സംഭവിക്കുമെന്നാണ്. അതിനാൽ പലപ്പോഴും ശാരീരികമായ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കുക. മുഖേ ദോഷദൃക്, മുഖത്തുണ്ടാകുന്ന രോഗങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വ്യാഴം കഫത്തിൻ്റെ കാരകനാണ്. അതിനാൽ കഫജന്യമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുകൾ വരും. കുടുംബേ ഗുരോ കഷ്ടതോ ദ്രവ്യലബ്ധി, 2ൽ വ്യാഴം വരുമ്പോൾ വളരെ കഷ്ടപ്പെട്ടാണ് ധന ആഗമനം ഉണ്ടാവുക. പക്ഷേ ഇവിടെ കർക്കിടകം ഉച്ചരാശിയിലാണ്. യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ധനാഗമ സ്രോതസ് വളരെ നന്നായി വരുന്നതാണ്. വ്യാഴത്തിൻ്റെ ജനറലായ സാമാന്യമായ ഫലമാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചോളം ഈ വേണ്ട സാമ്പത്തികമായ ആ എസ്റ്റീം പൊസിഷനിലേക്ക് ഒരു വ്യക്തി എത്തിക്കുന്നതാണ്. സദാനോ ധനേ വിശ്രമേ യജ്ഞതോപി, ധനത്തിന് വേണ്ടി അങ്ങേയറ്റം യജ്ഞം നടത്തണമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. 2ാം ഭാവത്തിൽ ശുഭഗ്രഹം വരുമ്പോൾ സൗമ്യ വിത്തകതേ പുരാർജിത ധനാനാവേവ വൃദ്ധ്യുദ്ഭവ,
പണ്ടുണ്ടാക്കിയ ധനത്തിന് അഭിവൃദ്ധി വരും. അതിനാൽ പലപ്പോഴും ഷെയർ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടറിലൊക്കെ നിക്ഷേപിച്ച ധനം, മ്യൂച്വൽ ഫണ്ട്സ് മുതലായ ധനത്തിനൊക്കെ തന്നെ വലിയ ലാഭത്തിൽ ഈ ഒരു വർഷം കാശ് സമ്പാദിക്കുവാൻ കഴിയും. ഷെയർ മാർക്കറ്റിൽ ബാങ്കിങ് ഷെയർസ് ഇട്ടവർക്കൊക്കെ വലിയ അനുകൂലമായ ഒരു വർഷമായിരിക്കും മിഥുനൻ രാശിക്കാർക്ക് ഈ ഒരു വർഷം. പാത്രാപ്തി, നല്ല പാത്രങ്ങൾ ഉണ്ടാവും. വിഭവങ്ങളുടെ പൂർണ്ണത ഉണ്ടാവും. ഭരണീയ രഞ്ജന സുഖം, രണ്ടാം ഭാഗം തൻ്റെ കുടുംബമാണ്, താൻ പരിപാലിക്കേണ്ട ജനങ്ങളാണ്. അതിനാൽ തൻ്റെ അധീനതയുള്ള ജനങ്ങൾക്ക് തനിക്ക് ഭരണീയ രഞ്ജന സുഖം, തൻ്റെ കുടുംബത്തിൽ വളരെയധികം ഐശ്വര്യവും സമൃദ്ധിയും അനുഭവപ്പെടുന്ന വർഷമായിരിക്കും ഇത്. ഇപ്രകാരം നല്ല ഗുണങ്ങളെ ഈ വ്യാഴം പ്രദാനം ചെയ്യുന്നതാണ് മിഥുനൻ രാശിക്കാർക്ക്. ഞാൻ പറഞ്ഞു, ഈ വർഷം വളരെയധികം നല്ല മാറ്റങ്ങൾ വരുന്ന രാശിക്കാരിൽ ഒന്ന് മിഥുനൻ രാശിയാണ്. നന്നായി വിഷ്ണുപ്രീതി ചെയ്യുക, നാരായണ കവചം ജപിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, എല്ലാ വ്യാഴാഴ്ചയും വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, തുളസിമാല പാൽപ്പായസം ഭഗവാനെ വഴിപാടെ സമർപ്പിക്കുക. നന്ദി, നമസ്തേ.